Good morning. Good morning. Good morning, Miss. Morning. Good morning. Morning. അഭിഷ കേൾക്കുന്നുണ്ടോ? അഭിഷ. അഭിഷ കേൾക്കാമോ? ക്ലാസ്സിലുണ്ടോ അഭിഷ? കേൾക്കാൻ പറ്റുന്നില്ല? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഉണ്ട് മിസ്, കേൾക്കുന്നുണ്ടല്ലോ. അഭിഷ ഉണ്ടാണോ ക്ലാസ്സില്? ഓക്കെ. നമുക്കിന്ന് ക്ലാസ് 12 മണി വരെ ഉണ്ടാകുള്ളൂ കേട്ടോ. അതായത് ഒരു ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ കണ്ടിന്യൂ ചെയ്ത് എടുക്കാം. 1.5 മണിക്കൂർ കണ്ടിന്യൂ ചെയ്ത് എടുക്കാം. അപ്പൊ 12 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലേബർ റൂം സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി വരെ കംപ്ലീറ്റ് ചെയ്തെടുത്തല്ലോ അല്ലേ? Yes. Okay. Next, standard precautions in labor room. Standard precautions in labor room. ഇതൊക്കെ standard precautions ആണ് labor room നമ്മൾ follow ചെയ്യുന്നത്. ഇതൊക്കെയാണ് hand washing, wear protective clothing, proper disposal of biomedical waste, proper handling of sharp objects, sterilization and disinfecting of the item used, processing of used equipment, sustaining a clean and aseptic environment. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്? പ്രധാനമായിട്ടും കൃത്യമായ രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യല്ലേ, പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാം, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെ PPE വെയർ ചെയ്യാം. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്താണ്? ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്. ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ പഞ്ച് റെസിസ്റ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കുള്ളൂ ഡിസ്പോസ് ചെയ്യുന്നത്. ദെൻ sterilization and disinfecting of the item used. എന്താണ് സ്റ്റെറിലൈസേഷൻ? ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും കൃത്യമായ രീതിയിൽ ഡിസിൻഫെക്ട് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. Then processing of used equipments. ഉപയോഗിച്ച ഉപകരണങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെന്താണ് കൃത്യമായ രീതിയിൽ നമ്മൾ അതിനെ സൂക്ഷിക്കുക. ഓക്കെ. അതായത് ഉപയോഗിച്ച ഉപകരണങ്ങളുടെ പ്രോസസ്സിംഗ്. സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് സെപ്റ്റിക് എൻവയോൺമെന്റ്. എങ്ങനെ ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നിലനിർത്തേണ്ടത്? എങ്ങനെ ഒരു എൻവയോൺമെന്റ് നിലനിർത്തണം? സെപ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? സെപ്റ്റിക് എൻവയോൺമെന്റ് എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആണ്? യെസ്, വെരി ഗുഡ്. ജേർം ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെ, അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക. ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് ലേബർ റൂമിൽ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ അത്? Then next, cleaning and disinfecting. ഇനി ലേബർ റൂമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ക്ലീനിങ് റൂൾസുകളുണ്ട്, അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് റൂൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ. സം ഓഫ് ദ ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ് ആർ: any equipment brought into the labor room from outside must be wiped and cleaned. Any equipment brought into the labor room from outside must be wiped and cleaned. ഇവിടെ എന്താ പറയുന്നത്? പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഏതൊരു ഉപകരണവും നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം അത് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്ത ശേഷം മാത്രമായിരിക്കണം അത് അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. ഓക്കെ. ഏത് എക്യുപ്മെന്റ്സ് ആണെങ്കിലും പുറത്തുനിന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് കൊണ്ടുവരാനായിട്ട് അനുവാദം. Then have an adequate cleaning sequence. Have an adequate cleaning sequence. എന്താണ് adequate cleaning sequences എന്ന് പറയുന്നത്? ക്ലീൻ ചെയ്തതിന് ഒരു മതിയായിട്ടുള്ള ഒരു ശരിയായ ക്രമം ഉണ്ടായിരിക്കും അല്ലെ. ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ എന്താണ് ലേബർ റൂം കൃത്യമായ ഇടവേളകളിൽ അതെന്താണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മതിയായ ശുചീകരണ ക്രമം ഉണ്ടായിരിക്കണം. have adequate cleaning sequences. Okay. Next one, damaged equipment should be repaired or replaced. Damaged equipment should be repaired or replaced. എന്താ പറയുന്നത്? എന്തെങ്കിലും ഡാമേജസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ. ഏതെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ റിപ്പയറിംഗ് ചെയ്ത് ഒന്നില്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. Items stained with the blood or body fluids. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ പ്രിന്റിങ്ങില്.
അവിടെ നിങ്ങൾ ഐറ്റം സോയിൽഡ് എന്നാക്കാം കേട്ടോ. ഇവിടെ ഒന്ന് വെട്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ നോക്കി. ഐറ്റം സോയിൽഡ് എന്നാക്കാം. SOILED സോയിൽഡ് വിത്ത് blood or body fluids. Blood or body fluids should be, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, should be cleaned immediately എന്നാക്കാം കേട്ടോ. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? ഒന്ന് നോക്കിയേ. ടീച്ചർ പറയുന്ന പോലെ ആക്കണേ. ഐറ്റം സോയിൽഡ് വിത്ത് എഴുതാട്ടോ. ഐറ്റം സോയിൽഡ് വിത്ത് blood or body fluids should be blood or body fluids should be cleaned immediately. Cleaned immediately. Cleaned immediately. Okay. Item soiled with blood or body fluid should be cleaned immediately. എന്താണ് ഇവിടെ പറയുന്നത്? ഏതെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് അത് അത്ര മലിനമാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാണ്. ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നമ്മൾ അത് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ. യെസ്. Then always use approved mopping techniques. Always use approved mopping techniques. എന്താണ് always use approved mopping techniques എന്ന് പറയുന്നത്? മോപ്പിംഗ് ടെക്നിക്സ് അറിയാമോ? എന്താണ് മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്? ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സെക്ഷനിൽ തന്നെ 1, 2, 3 ബക്കറ്റ്സുകൾ ഒരുമിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. കാണിച്ചു തരാം കേട്ടോ. അതായത് ഒരു ബക്കറ്റിലെ കുറച്ച് ക്ലീൻ ചെയ്യുന്ന വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരെണ്ണത്തില് ഡിറ്റർജൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ക്ലോത്ത്സ് മറ്റ് ബ്രഷ് ഒക്കെ സൂക്ഷിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച്, അതായത് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. 3 ബക്കറ്റ്സ് ഉണ്ടായിരിക്കും ഇതിൽ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ക്ലീനിങ് സൊല്യൂഷൻ ഒഴിക്കാൻ, ഡിറ്റർജൻസ് ഒഴിക്കാനായിട്ട് ഒരു ബക്കറ്റ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം അല്ല, പിന്നെ റിൻസ് ചെയ്യാനായിട്ട്, നമുക്ക് പൊക്കി വെക്കാനായിട്ട്, വാഷ് ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെ. അതായത് ക്രോസ് കണ്ടാമിനേഷൻ വരാത്ത രീതിയിൽ 3 രീതിയിലുള്ള ബക്കറ്റ് സംവിധാനങ്ങളിലായിരിക്കുള്ളൂ ഈ മോപ്പിംഗ് ടെക്നിക്സ് വരുന്നത്. അതിന്റെ ഒരു ഇമാജിൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ നോക്കി. നിങ്ങൾക്ക് കാണാമോ? കാണാമോ പിള്ളേരെ? യെസ്. കണ്ടോ? ഇതാണ് മോപ്പിങ്സ് എന്ന് പറയുന്നത്. 3 ബക്കറ്റ്സ് ഉണ്ടായിരിക്കും അതില്. ഓരോ പല മോഡൽസിൽ ഉണ്ടായിരിക്കും. പല രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. വേറെ പിക്ചർ എന്താ? കണ്ടോ? ഇങ്ങനെ ഒരു മോഡൽ ഉണ്ട്. ഇതൊക്കെ ക്ലീനിങ് പർപ്പസസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മോപ്പിംഗ് ടെക്നിക്സുകളാണ് കേട്ടോ. ഓരോ ബക്കറ്റ്സിലും ഓരോ രീതിയിലുള്ള പ്രോസസ്സുകൾ നടത്താൻ സാധിക്കും. നെക്സ്റ്റ് വൺ, examine areas for seepage or any other issue and report instantly. Examine areas for seepages. അതായത് എന്തെങ്കിലും തരത്തില് ചോർച്ചകൾ അല്ലെങ്കിൽ ലീക്കേജസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് ഏത് ഏരിയാസിലാണ് കണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് ഉടനെ തന്നെ ആ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ.
exam areas for seepages or any other issue and report instantly. എന്തെങ്കിലും ലീക്കേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും തകരാറുകൾ കാണുന്ന സമയത്ത് ഉടനടി തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, then clean the labor table after every delivery. Clean the labor table after every delivery. ഓരോ ഡെലിവറിക്ക് ശേഷം എന്താണ് ലേബർ ടേബിൾ നമ്മൾ കൃത്യമായിട്ട് വാഷ് ചെയ്യുന്നതാണ്. ഓക്കെ, then standard procedure for disinfection and sterilization required to be followed. Standard procedures for disinfection and sterilization required to be followed. എന്താണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സുകൾ, അതായത് ഡിസിൻഫെക്ട് ചെയ്യുന്നതിനും സ്റ്റെറിലൈസ് ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ലേബർ റൂമിലുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെ എന്താണ് ആവശ്യാനുസരണം അത് നമ്മൾ ഫോളോ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, അതായത് ലേബർ റൂമിന് മാത്രമായിട്ടൊരു ഡിസിൻഫെക്ടിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അത് മാത്രം അത് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് ആണ് അല്ലെ. ലേബർ റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന അണുവിമുക്തമാക്കിയ പ്രക്രിയയും അല്ലെങ്കിൽ ക്ലീനിങ് പ്രോസസ്സും എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ പറഞ്ഞത്, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഉപകരണങ്ങളും ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം അതിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. ദെൻ മതിയായ ക്ലീനിങ് ക്രമം ഉണ്ടായിരുന്നെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ശുചീകരണ ക്രമം ഉണ്ടായിരിക്കണം. ഹാവ് ആൻ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസസ്. പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. പിന്നെ ബ്ലോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഐറ്റംസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മലിനമായിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഭാഗം ക്ലീൻ ചെയ്യുക. പിന്നെ ആവശ്യാനുസരണം മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ലേബർ റൂംസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെന്താണ് എവിടെയെങ്കിലും ലീക്കേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഉടനടി തന്നെ ഇപ്പൊ ചോർച്ചയൊക്കെ കാണാൻ നമ്മളത് എന്ത് ചെയ്യണം, അത് ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്ത് അത് ക്ലോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. ദെൻ ഓരോ ഡെലിവറിക്ക് ശേഷം ലേബർ ടേബിള് ക്ലീൻ ചെയ്യുക. മാത്രമല്ല ലേബർ റൂമിൽ ഫോളോ ചെയ്യേണ്ട ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് കൃത്യമായ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് സം ജനറൽ റൂൾസ്, ക്ലീനിങ്ങിന്റെ ജനറൽ റൂൾസുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്. The labor room and connecting passages should be clean at least twice a day. Labor room and connecting passages should be clean at least twice a day. Labor room അല്ലെങ്കിൽ ഇതിനെ കണക്ടിംഗ് പാസേജസ്. കണക്ടിംഗ് പാസേജസ് എന്ന് അറിയാലോ, അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള വരാന്തകളിലെ കോറിഡോർസുകളൊക്കെ. ആ പാസേജസുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് 2 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, next one, soiled areas and cleaning of spillage should be done at earliest time possible. A detailed wash down of the labor room must be done at least twice a month. ഇനി soiled areas and cleaning of spillage എന്ന് പറയുന്നത് എന്താണ്? soiled areas നമ്മുടെ വേസ്റ്റസ് കൊണ്ടുപോകുന്നത് അല്ലെ, വേസ്റ്റസ് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് നമ്മളത് പ്രത്യേകിച്ച് മലിനമായിട്ടുള്ള വസ്തുക്കൾ ക്ലീൻ ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ നമ്മളത് നേരത്തെ ക്ലീൻ ചെയ്തിട്ട് അത് മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല എല്ലാ മാസത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും ലേബർ റൂം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് വാഷ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാഷ് ഡൗൺ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ലേബർ റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലീനിങ് പ്രൊസീജിയേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇത് മനസ്സിലായില്ലേ? ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് പറയണ്ടല്ലോ. അത് മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കാം ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, infection control refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. Special attention and standard practice should be followed for cleaning the labor room. Poor infection control practices in labor and delivery room lays the patients, infants, as well as the healthcare staff at risk.
അപ്പൊ ഇൻഫെക്ഷൻ നമ്മള് ഇൻഫെക്ഷൻ പടരുന്നത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്, അതായത് അണുബാധ തടയുന്നതിന് മാത്രമായിട്ട് നമ്മൾ കുറച്ച് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെ. എന്തെങ്കിലും അസുഖങ്ങൾ പകരുക, ഇൻഫെക്ഷൻസ് പകരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസും പോളിസീസും ഫോളോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? എസ്പെഷ്യലി ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നോക്കുന്ന സമയത്ത് ഒരേപോലെ തന്നെ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഒരേപോലെ തന്നെ എന്താണ് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസുകൾ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ലേബർ റൂമിൽ ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മൾ നല്ലൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഒരു പരിധി വരെ നമുക്ക് സ്പ്രെഡ് ആവുന്ന ഇൻഫെക്ഷൻസ് സ്പ്രെഡ് വരാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാനാവും. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് വളരെ ബാഡ് ആയിട്ടുള്ള പുവർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ആണെങ്കിൽ എന്താണ് അത് ഒരേപോലെ തന്നെ പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും ഹോസ്പിറ്റലിനും എന്താണ് ഒരേപോലെ തന്നെ അത് അപകടമാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. എങ്ങനെയുള്ള ടെക്നിക്സ് ഫോളോ ചെയ്താല് പുവർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള റിസ്കുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഇൻഫെക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. കൂടാതെ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് ഒരേപോലെ തന്നെ കൺട്രോൾ ചെയ്യേണ്ടത് ഒന്ന് തന്നെയാണ്. ഓക്കെ, യെസ്. അല്ലെങ്കിൽ അത് ആരെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? പേഷ്യൻസിനെയോ എസ്പെഷ്യലി നമ്മൾ ഇൻഫാൻസിനെ അല്ലെ. ലേബർ റൂമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇൻഫാൻസ് ശിശുക്കളെയും ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് മാത്രമായിരിക്കണം ലേബർ റൂമിൽ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ട ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, staff collecting waste should be wear utility gloves and closed shoes. Staff collecting waste should wear utility gloves and closed shoes. വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകൾ നിർബന്ധമായിട്ട് എന്താണ് യൂട്ടിലിറ്റി ഗ്ലൗസുകളും ക്ലോസ്ഡ് ഷൂസുകളും ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. വേസ്റ്റുകളെ കളക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും സ്റ്റാഫുകളെ യൂട്ടിലിറ്റി ഗ്ലൗസുകളും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസുകളും നിർബന്ധമായിട്ട് ധരിക്കുക. Then waste to be gathered in leak-proof containers. വേസ്റ്റ് നമ്മൾ എങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്? വേസ്റ്റുകള് എങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം? ലീക്ക് ആവുന്ന കണ്ടെയ്നേഴ്സിലാണോ കൊണ്ടുപോകേണ്ടത്? പറയൂ. മൈക്ക് ഓണാണല്ലോ ആദ്യം. ഒരു ദിവസം ഫോണും പകരം എന്റെ താഴെ ഫോട്ടോ എടുത്തായിരുന്നു. യെസ്, ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കണം നമ്മള് ലീക്ക് ആവാത്ത രീതിയിലുള്ള കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കണം വേസ്റ്റ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. Then waste should be clear for disposal when 3-4 inch full. Waste should be clear for disposal when 3-4 inch full. എന്താ പറയുന്നത്? വേസ്റ്റ് ഏകദേശം നമ്മൾ നിറഞ്ഞു തുളമ്പി പോകാതെ ഏകദേശം ഒരു 3-4 ഇഞ്ച് അത് കംപ്ലീറ്റ് ആവുന്നത് ഫുൾ ആവുന്ന സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്തത് ക്ലിയർ ചെയ്ത് മാറ്റേണ്ടതാണ് അല്ലെ. അതായത് നിറഞ്ഞ് വേസ്റ്റ് നിറഞ്ഞു തുളമ്പി പോകാതെ പുറത്തേക്ക് കറങ്ങി നിൽക്കാതെ എന്ത് ചെയ്യണം? 3-4 ഇഞ്ച് ഫുൾ ആവുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, then waste should be separated into infectious and non-infectious waste. വേസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെ? ഇൻഫെക്റ്റഡ് വേസ്റ്റസ് എന്നും നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റസ് എന്ന രീതിയിൽ രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കണം വേസ്റ്റസ് നമ്മൾ തരംതിരിക്കേണ്ടത്. ഓക്കെ, വേസ്റ്റസിനെ സെപ്പറേറ്റ് ചെയ്യുക ഇൻടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്ന രീതിയിൽ അതിനെ തരംതിരിക്കുക. ഓക്കെ, then disinfect with the bleaching mixture followed by washing and autoclave. Disinfect with the bleaching mixture followed by washing and autoclave. എന്ത് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ അണുവിമുക്തമാക്കേണ്ടത്? എന്ത് മിക്സ്ചർ ആണ് ഉപയോഗിക്കേണ്ടത്? എന്താണ് ഇവിടെ പറയുന്നത്? ബ്ലീച്ചിങ് മിക്സ്ചർ അല്ലെ. ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഓട്ടോക്ലേവ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? അണുവിമുക്തമാക്കുക. ഓക്കെ, യെസ്. Then last one, biomedical waste management standard procedures must be followed. Biomedical waste management standard procedures must be followed. നിങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ആരെങ്കിലും എടുത്തിരുന്നോ? എടുത്തിട്ടില്ലല്ലോ? എടുത്തിരുന്നോ? എടുത്തോ? ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ അതില്
പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് മാത്രമായിരിക്കണം എങ്ങനെയുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ലേബർ റൂമിൽ. എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്? എല്ലാ സ്റ്റാഫുകളും പ്രത്യേകിച്ച് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് യൂട്ടിലിറ്റി ഗ്ലൗസുകളും ക്ലോസ്ഡ് ഷൂസുകളും ധരിക്കുക. ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കണം വേസ്റ്റ് നമ്മൾ ശേഖരിക്കേണ്ടത്. മാത്രമല്ല വേസ്റ്റ് കണ്ടെയ്നേഴ്സ് ഒരു 3-4 ഇഞ്ച് ഫുൾ ആവുന്ന സമയത്ത് നമ്മൾ അതിനെ നീക്കം ചെയ്യുക. ദെൻ വേസ്റ്റ് നമ്മൾ 2 രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുക, ഇൻഫെക്റ്റഡ് വേസ്റ്റ് എന്നും നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റ് എന്ന രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുക. ദെൻ പിന്നെ എന്താണ്, ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത് നമ്മൾ ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോക്ലൈവ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. ബയോമെഡിക്കൽ വേസ്റ്റുകൾ അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം ഫോളോ ചെയ്തത് നീക്കേണ്ടത്. ഓക്കെ, മനസ്സിലായി ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്? ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ എനിക്ക് തോന്നിയത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാവുന്ന ചില ചാപ്റ്റേഴ്സ് വളരെ വിരളമാണ്. ചിലത് 3-4 മൊഡ്യൂൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ, പക്ഷെ അത് ഓക്കെ ആയിക്കോളും. പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതായത് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ് 3-4 മൊഡ്യൂളിലുള്ളതെന്ന് പറഞ്ഞിട്ടില്ലേ, പെട്ടെന്ന് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളത് എന്തായാലും പഠിച്ചല്ലേ പറ്റും അല്ലെ? പഠിക്കാൻ പറ്റും കേട്ടോ, അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളൊന്ന് കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ന്യൂ ബോൺ കെയർ ആണ്. ഓക്കെ, ന്യൂ ബോൺ കെയർ. Necessary care at birth of a newborn is compulsory for all labor rooms and obstetrics OTs of the delivery point. Well-qualified pediatricians, staff nurses, and support staff are needed. Okay, newborn care എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടാണ്? ന്യൂബോൺ കേസ് ആരാണ്? ന്യൂബോൺസ് നമ്മുടെ ഇൻഫാൻസ് അല്ലെ, ശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെ, ബേബീസ് അല്ലെ. ന്യൂബോൺ കെയർ എന്ന് പറയുന്നത് ഡെലിവറി അല്ലെ ലേബർ റൂമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കെയറിങ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ന്യൂബോൺ കെയറിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സ്കീം തന്നെ ഉണ്ടായിരിക്കും. ആരൊക്കെയാണത്? വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻസ് ഉണ്ടായിരിക്കും. Then staff nurses and the supporting staffs newborn care facilities provide ചെയ്യുന്നതിനായിട്ട് ലേബർ റൂമിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, യെസ്. Then the service given at newborn care facilities. ഇനി നമ്മുടെ ന്യൂബോൺ കെയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കെയർ ആണ് ലേബർ റൂമിൽ നമ്മൾ കൊടുക്കുന്നത്? ഓക്കെ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ന്യൂബോൺ കെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കെയർ അറ്റ് ബർത്ത് അല്ലെ, ജനന സമയത്തെ പരിചരണം. കുഞ്ഞു ജനിച്ച ഉടനെ കൊടുക്കുന്ന പരിചരണങ്ങള് അത് നമ്മൾ ന്യൂബോൺ കെയർ ഫെസിലിറ്റീസിലാണ് അത് കൊടുക്കുന്നത് അല്ലെ. കെയർ അറ്റ് ബർത്ത്, ജനന സമയത്ത് കുഞ്ഞിന് കൊടുക്കുന്ന പരിചരണം. Then basic care and stabilization of sick newborn. എന്താ പറയുന്നത്? ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂബോൺ. എന്താണ് സിക്ക് ന്യൂബോൺ എന്ന് പറയുന്നത്? സിക്ക് ന്യൂബോൺ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ്? ഇപ്പൊ ജനന സമയത്ത് എന്തെങ്കിലും അസുഖമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കെയർ കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ. യെസ്, അതായത് അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കെയർ നൽകുക. ഓക്കെ, അതും അതിന്റെ ന്യൂബോൺ കെയറിൽ കൊടുക്കുന്ന സർവീസ് ആണ്. നെക്സ്റ്റ് എന്താണ്? റീസസിറ്റേഷൻ. റീസസിറ്റേഷൻ പുനരുജ്ജീവനം. എന്താണ് റീസസിറ്റേഷൻ എന്ന് പറയുന്നത്? നമ്മള് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചിലപ്പോ ജനന സമയത്ത് കുഞ്ഞുങ്ങൾ ചിലപ്പോ പുറത്തു വന്നാലും ചിലപ്പോ കരയാത്തവരുണ്ടാവും അല്ലെ. ചിലപ്പോ ഒരു അനക്കൂലാതെ കുഞ്ഞുങ്ങൾ പുറത്തു വരാറുണ്ട് അല്ലെ. അങ്ങനത്തെ സിറ്റുവേഷൻസ് കണ്ടിട്ടില്ലേ നമ്മളെ വീഡിയോസിലൊക്കെ? അപ്പൊ ആ സമയത്ത് എന്താണ് മെഡിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സും സ്റ്റാഫുകളൊക്കെ കുഞ്ഞിന് കൊടുക്കുന്ന പരിചരണം എങ്ങനെയുള്ളതാണ് കണ്ടിട്ടുണ്ടാവും നിങ്ങള്? എങ്ങനെ ഏത് രീതിയിലുള്ള സർവീസസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ആ സമയത്ത്? പ്രത്യേകിച്ച് കുഞ്ഞിന് അൺഎബിൾ ടു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് നമ്മൾ കണ്ടിട്ടില്ലേ? കുഞ്ഞിനെ പുറത്തൊക്കെ ഇങ്ങനെ അടിക്കുന്ന കണ്ടിട്ടില്ലേ? കുഞ്ഞിന്റെ പുറകിൽ അടിക്കുന്നത് അല്ലെങ്കിൽ മറ്റ്
ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കാനൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഫസ്റ്റ് എയ്ഡ് പോലെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഇതൊന്നും? യെസ്, അതെന്താണ്? അതാണ് റിസസിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ? അതായത് പുനരുജ്ജീവനം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് ന്യൂ ബോൺസിന്, അതായത് അൺഎബിൾ ടു ബ്രീത്ത് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ജനനത്തിന് ശേഷം അവർക്ക് ആ കൃത്യമായിട്ടുള്ള ശ്വാസവും അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ സമയം അവരിങ്ങനെ പുറത്ത് അടിച്ചടിച്ചിട്ട് കുഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് കരയും അല്ലെ, പെട്ടെന്ന് ചുമയ്ക്കുക, അല്ലെങ്കിൽ പല തരത്തിലുള്ള ശബ്ദമൊക്കെ പുറപ്പെടുവിച്ച് ആ ശ്വാസം നോർമൽ ആയിട്ട് ബ്രീത്തിങ്ങിലേക്ക് കുഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും അത് കൊടുക്കുന്നത് ആരാണ്? സ്റ്റാഫുകൾ അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻസ് ആയിരിക്കും അതിന്റെ മാക്സിമം രീതിയിൽ അതിനെ കുട്ടിക്ക് വേണ്ട ആവശ്യത്തിലധികമുള്ള കൃത്രിമമായിട്ടുള്ള ശ്വാസമൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൊസീജിയർ നടക്കുന്നത് എവിടെയാണ്? ന്യൂ ബോൺ കെയറിന്റെ ഭാഗമായിട്ടാണ് റിസസിറ്റേഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. അല്ലാതെ തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്. ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്താണ്? ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്, വൈറ്റൽ സയൻസ് എന്താണ്? എന്തിന്റെയാണ് ഡിസ്പ്ലേ? എന്തിന്റെ കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത് നമ്മള്? ഡിസ്പ്ലേസ് ഓഫ് വൈറ്റൽസ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ വൈറ്റൽ സയൻസ് അല്ലെ, കുഞ്ഞിന്റെ ബ്രീത്തിങ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതൊന്ന് കുഞ്ഞിന്റെ ചൂട്, ടെമ്പറേച്ചർ അതാണ് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ എന്താണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഏരിയ ഡിസ്പ്ലേയിൽ നമുക്കത് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻ സർവീസസ്. ഇമ്മ്യൂണൈസേഷൻ സർവീസസ് എന്താണ്? ഇമ്മ്യൂണൈസേഷൻ സർവീസസ് പ്രതിരോധ കുത്തിവെപ്പുകൾ അല്ലെ, വാക്സിനേഷൻ ആണ് അല്ലെ. ഇനി ജനിച്ചുടനെ നമ്മൾ എടുക്കുന്ന വാക്സിൻ ഏതാണ്? ഇനി ജനിച്ചുടനെ എടുക്കുന്നത് ഏതാണ് അറിയാമോ? BCG കേട്ടിട്ടുണ്ടോ നിങ്ങള്? BCG അല്ലെ? ഓക്കെ, BCG. ഓക്കെ, നമ്മൾ വാക്സിനേഷൻ സർവീസസുകൾ കൊടുക്കുന്നു. പിന്നെ എന്താണ്? ഓരോ വീക്കിലനുസരിച്ച് മന്ത് അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ ആ കുഞ്ഞിന്റെ ബേബിയുടെ ചാർട്ട് അനുസരിച്ചിട്ട് എന്താണ് ജനിച്ച മാസം മുതൽ അല്ലെങ്കിൽ ടൈം മുതലുള്ള ബാക്കിയുള്ള എല്ലാ തരം കുത്തിവെപ്പ് സർവീസുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then check for any inborn irregularity. Check for any inborn irregularity. എന്താണ് പറയുന്നത്? ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തില് ഇറഗുലാരിറ്റി മീൻസ് എന്താണ്? എന്തെങ്കിലും ക്രമക്കേടുകൾ, ചിലപ്പോൾ എന്തെങ്കിലും ഡിസേബിൾ ആയിട്ടുള്ള കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ തകരാറുകൾ കുഞ്ഞു കാണിക്കുന്നുണ്ടോ എന്നിപ്പോ കേൾവി ശക്തി, കാഴ്ചയൊക്കെ നമ്മൾ പരിശോധിക്കില്ല, ജനന സമയത്താണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്താണ് ഇത്തരം കാര്യത്തിലുള്ള കാര്യങ്ങൾ ഇത്തരം എന്തെങ്കിലും ഇൻബോൺ ഇറഗുലാരിറ്റീസ്, എന്തെങ്കിലും ജനന ക്രമക്കേടുകൾ കുഞ്ഞിനുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, യെസ്. Then breastfeeding and feeding support. Breastfeeding and feeding support എന്താണ്? അതായത് ഫീഡ് ചെയ്യുന്നതിനുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള കൃത്യമായ രീതിയിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ കൊടുക്കും അല്ലെ. ഓക്കെ, അതായത് ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെ നമുക്ക് അത് അറിയാൻ സാധിക്കില്ല എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കും അറിയില്ല അല്ലെ. അപ്പൊ അതിനെ എങ്ങനെയായിരിക്കുമല്ലോ നമ്മൾ ഏത് പൊസിഷനിലായിരിക്കണം കുഞ്ഞിനെ കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് കുഞ്ഞിനെ പിടിക്കേണ്ടത് എല്ലാം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ ഒരു സമയത്ത് അവിടുത്തെ സ്റ്റാഫുകളായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും നമുക്ക് നിർദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ പൊസിഷനിങ് ചെയ്താൽ മാത്രമേ കുഞ്ഞിന് എന്താണ് ഉടനടി തന്നെ നമുക്ക് ചിലപ്പോൾ ഫീഡ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ സമയം എടുക്കും. നമ്മുടെ ഈ ഫീഡ് ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ എന്താണ് അതായത് നമ്മുടെ ഇമോഷൻസ് റിലേറ്റഡ് ആണെന്ന് പറയും. കാരണം നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് എന്താണ് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്യാവശ്യം സമയം എടുക്കും. ചിലർക്ക് എന്താണ് പല ചിലപ്പോൾ ലേറ്റ് ആയിട്ടാണ് വരാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ അതെന്താണ്, അപ്പൊ അതിന് വേണ്ട പിന്തുണ മാക്സിമം കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് പൊസിഷനിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുഞ്ഞിനെ പിടിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രം ഉണ്ടായിരിക്കില്ല, പിന്നെ അതിനനുസരിച്ച് എന്താണ് വ്യത്യാസം വരികയും ചെയ്യും. ഓക്കെ, then looking to high risk newborn. Looking to high risk newborn എന്താ പറയുന്നത്? ഹൈ റിസ്ക് ന്യൂബോൺ, ഉയർന്ന അപകട സാധ്യതയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കുക അല്ലെ. എന്തെങ്കിലും തരത്തിൽ ഹൈ റിസ്ക് ഉള്ള ന്യൂ ബോൺസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്താണ് പ്രത്യേകമായിട്ട് കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, then reference services etc. എന്താണ് reference services എന്ന് പറയുന്നത്?
റെഫറൻസ് സർവീസസ് എന്താണ്? ഇനി ഇൻ കേസ് ചിലപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ചിലപ്പോൾ എന്തെങ്കിലും നമ്മള് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ കാണിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് ഉടനടി തന്നെ കുഞ്ഞിനെ ചിലപ്പോൾ റെഫർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് മറ്റൊരു അനദർ ഫെസിലിറ്റിയിലേക്ക് നമുക്ക് കുഞ്ഞിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നേക്കും. അപ്പോൾ റെഫറൻസ് സർവീസസുകളും അവിടെ നമ്മുടെ ന്യൂബോൺ കെയർ സർവീസസിൽ കൊടുക്കുന്ന മറ്റൊരു പ്രൊസീജിയറുകൂടിയാണ്. ഓക്കെ, എന്തൊക്കെയാണ് ന്യൂബോൺ കെയറിൽ വരുന്നത്? കെയർ അറ്റ് ബർത്ത്, ജനന സമയത്ത് കുഞ്ഞിന്റെ നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുന്നു. പ്രത്യേകിച്ച് സിക്ക് ആയിട്ടുള്ള ന്യൂബോൺസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നു, പുനരുജ്ജീവനം കൊടുക്കുന്നു. അതായത് പ്രത്യേകിച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സുകൾ കൊടുത്തുകൊണ്ട് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നു. അവരുടെ എല്ലാത്തരം ടെമ്പറേച്ചേഴ്സ് അല്ലെങ്കിൽ ബിപി മുതലായ എല്ലാ കാര്യങ്ങളും വൈറ്റൽ സയൻസ് എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആവശ്യാനുസരണമുള്ള ഇമ്മ്യൂണൈസേഷൻ സർവീസസ്, കുത്തിവെപ്പുകൾ, പ്രതിരോധ കുത്തിവെപ്പുകൾ കൊടുക്കുന്നു. ഇൻബോൺ ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും കാണാനുള്ള അതിനനുസരിച്ച്, പ്രത്യേകിച്ച് കുഞ്ഞിന് കേൾവിയുണ്ടോ, കേൾവിശക്തി കുറവോ, കാഴ്ചക്കുറവോ, മറ്റെന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്ന ജനന സമയത്താണ് നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്യുന്നത്. ദെൻ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്സ് കൊടുക്കുന്നു. Then look into high risk newborn, അതായത് ഉയർന്ന അപകട സാധ്യതയുള്ള കുട്ടികൾക്ക് കൂടുതൽ പരിചരണം കൊടുക്കുന്നു. Then റെഫറൻസ് സർവീസസ് ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് അത്തരം സർവീസസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായോ ന്യൂബോൺ കെയർ എന്താണെന്ന്? ഇതിൽ അറിഞ്ഞുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. Then for proper newborn care, things required to be done. For proper newborn care, things required to be done. നമ്മള് കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഏറ്റവും കെയർഫുൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതും അവർ തന്നെയാണ്, അല്ലെ? അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു ന്യൂബോൺ കെയർ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടി നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി, സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. നമ്മൾ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് കൃത്യമായിട്ട് കൈകള് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെ? ഒരു കൃത്യമായിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കൈകള് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ, അതായത് എന്താണ് അമ്മയ്ക്കൊപ്പമുള്ള കുഞ്ഞിന്റെ മുറി, അല്ലെ? അതായത് എങ്ങനെയുള്ളതായിരിക്കണം അമ്മയ്ക്കൊപ്പമുള്ള കുഞ്ഞിന്റെ മുറി? അമ്മയും കുഞ്ഞിന്റെ മുറിയും എങ്ങനെയുള്ളതായിരിക്കണം? എങ്ങനെയുള്ള അന്തരീക്ഷമായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഇങ്ങനെയായിരിക്കണം. സേഫ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, അല്ലെ? വളരെ സേഫ് ആയിരിക്കും, വളരെ ക്ലീൻഡ് ആയിട്ടുള്ള റൂം ആയിരിക്കണം അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേകിച്ച് ലേബർ റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ഡിസ്റ്റർബൻസോ അല്ലെ മറ്റു ഡിഫിക്കൽട്ടീസ് ഉള്ള ഒരു തരത്തിലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ജേർം ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് തന്നെയായിരിക്കണം അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ പ്രദാനം ചെയ്യേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ച് അവർക്ക് കൊടുക്കുന്ന റൂം വളരെയധികം സേഫ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സെപ്റ്റിക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റൂം ആയിരിക്കണം അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകേണ്ടത്. ഓക്കെ, കീപ്പിംഗ് ദ ബേബി വാം. കീപ്പിംഗ് ദ ബേബി വാം എന്താണ്? കുഞ്ഞിനെ കൃത്യമായിട്ടുള്ള ചൂട് നിലനിർത്തുക, അല്ലെ? കുഞ്ഞിന് ആവശ്യത്തിനധികമുള്ള ഒരു ചൂട് നിലനിർത്തുക. പിന്നെ എന്താണ്? എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദ ടെമ്പറേച്ചർ ഇൻ പ്രീ-ടേം ആൻഡ് LBW ബേബി. എക്സ്ട്രാ, അവിടെ എക്സ്ട്രാ എന്നാണ് കേട്ടോ, തെറ്റാണ്. എക്സ്ട്രാ എന്നാക്കണേ. എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദ ടെമ്പറേച്ചർ ഇൻ പ്രീ-ടേം ആൻഡ് LBW ബേബി. എന്താണ് പ്രീ-ടേം ആൻഡ് LBW ബേബി എന്ന് പറയുന്നത്? LBW എന്താണ്? ലോ ബർത്ത് വെയിറ്റ്, അല്ലെ? എന്താണ് ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുമ്പോ? ഇപ്പോ അതായത് 2500 ഗ്രാംസിന് താഴെ, അല്ലെ? 2500 ഗ്രാംസിന് താഴെ വരുമ്പോഴാണ് എന്ത്? ലെസ് ആണ്. വെയിറ്റ് കുറവുള്ള കുട്ടികൾ എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, അതായത് വെയിറ്റ് ലെസ് ദാൻ 2500 ഗ്രാംസിന് താഴെ വരുമ്പോഴാണ്, അല്ലെ? നിങ്ങൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറവെന്ന് പറയുമ്പോൾ ഏതായിരിക്കും പറയുന്നത്? ഒരു നോർമൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് അറിയാമോ? നോർമൽ വെയിറ്റ് ഒരു ആരോഗ്യവതിയായ ഒരു ആരോഗ്യവാനായ കുഞ്ഞിന്റെ നോർമൽ വെയിറ്റ് എത്രയായിരിക്കും? ഏകദേശം ഒരു 2.5, അല്ലെ?
ഓക്കെ, അതിലേക്ക് താഴേക്ക് പോകുമ്പോഴാണ് കുഞ്ഞുങ്ങൾ എന്താ വെയിറ്റ് കുറവായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ LBWന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. അതായത് പ്രീമച്വർ ബേബി, വെരി ഗുഡ്. പ്രീമച്വർ ബേബീസ് ആണ് എന്താ വെയിറ്റ് കുറവായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളില്ലേ, ഇപ്പൊ ചിലവര് 7 മാസം 6 മാസത്തിലൊക്കെ പ്രസവിക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെയുള്ള കുട്ടികൾക്ക് വെയിറ്റ് നോർമൽ ആയിരിക്കുമോ? ഒരിക്കലും അല്ലെ. വെയിറ്റ് കുറവായിട്ടുള്ള സമയത്തായിരിക്കും ജനിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ഒരുവിധം പ്രായമാകുന്നത് വരെ ഉണ്ടാവുന്നത്. അത് നോർമലി കുട്ടികളുടെ ആ ഒരു പ്രായം ആകുന്നത് വരെ കുഞ്ഞത് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ LBWന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. ലോ ബെർത്ത് വെയിറ്റ് എഴുതി വെക്കേട്ടോ അവിടെ. ലോ ബെർത്ത് വെയിറ്റ്. Okay. Then keep the cord dry and clean. Keep the cord dry and clean. Keep the cord dry and clean. ഇവിടെ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോഡ് എന്താണ്? യെസ്, പൊക്കിൾ കോഡ് അല്ല, നമ്മുടെ അംബ്ലിക്കൽ കോഡാണ് അല്ലെ. അംബ്ലിക്കൽ കോഡ്സ് നമുക്കറിയാലോ, ജനിച്ച ഉടനെ കുറച്ച് ദിവസത്തേക്ക് എന്താണ് നമ്മൾ കൃത്യമായിട്ട് അതിന് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ, അല്ലെങ്കിൽ അത് വാഷ് ചെയ്യുമ്പോൾ പോലും എന്താണ് കൃത്യമായിട്ട് നമ്മൾ അതിനെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടായിരിക്കുള്ളൂ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ എന്താണ് കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് ദിവസം അത് നമ്മൾ കൃത്യമായിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഇതെങ്ങനെയാണ് തനിയെ വിട്ടു പോകില്ലേ? അംബ്ലിക്കൽ കോഡ്സ് എങ്ങനെ പൊക്കിൽ കൂടി തന്നെ വിട്ടു പോകില്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിനെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. തനിയെ തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ അത് തനിയെ വിട്ടുപോകും അല്ലെ. അങ്ങനെയല്ലേ? യെസ്. So keep the cord dry and clean. Then the care provider should receive the newborn at given intervals after delivery. The care provider should perceive the newborn at given intervals after delivery. എന്താണ്? കെയർ പ്രൊവൈഡേഴ്സ് നിശ്ചിത ഇടവേളകളിലായിട്ട് ന്യൂബോൺ ബേബീസിനെ കറക്റ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ന്യൂബോൺ ബേബീസിന്റെ ഇടവേളകളിലായിട്ട് എന്താണ് അവർക്ക് അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ പ്രോപ്പർ ന്യൂബോൺ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കൈകൾ വാഷ് ചെയ്തിരിക്കുക. അമ്മയും കുഞ്ഞും ഒക്കെ ഉള്ള റൂം എപ്പോഴും എന്താണ് വളരെയധികം സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കുഞ്ഞിന് എപ്പോഴും എന്താണ് കൃത്യമായിട്ടൊരു ചൂട് നിലനിർത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ഇനി LBW ആയിട്ടുള്ള ബേബീസ് അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് ഉള്ള ബേബീസ് ആയിട്ടുള്ള അവർക്ക് എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അംബ്ലിക്കൽ കോഡ്സ് കൃത്യമായിട്ട് നമ്മൾ ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ട് വെക്കുക. നിശ്ചിത ഇടവേളകളിൽ കെയർ പ്രൊവൈഡേഴ്സ് കുഞ്ഞിനെ പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, മനസ്സിലായോ? Yes. Next one, protocols for entry to the labor room. Protocols for entry to the labor room. നമ്മൾ ഇതിനകത്ത് പ്രവേശിക്കുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. Entry to the labor room should be indirect, typically a buffer zone. Required to be made if possible to change of shoes, wear of mask and cap before getting into the labor room. ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു ടിപ്പിക്കലി ബഫർ സോൺ എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകമായ ഒരു മേഖലയാണ് അല്ലെ. അതായത് അല്ലെ, അതുകൊണ്ടാണ് അതിന് ബഫർ സോൺ എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മള് ഷൂസ് ഒക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം മാസ്കും അല്ലെങ്കിൽ ക്യാപ്സ് ഒക്കെ ധരിച്ചതിനു ശേഷം മാത്രമായിരിക്കും ലേബർ റൂമിനകത്തേക്ക് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse, ANM on duty and other support staff. Cleaning staff should be allowed periodic entry. ഇനി ഇതിനകത്തേക്ക് ആർക്കൊക്കെ പ്രവേശനം ഉണ്ട്? ആർക്കൊക്കെ എൻട്രി ഉണ്ട്? ഒന്ന് ഓൺലി ദ പ്രഗ്നന്റ് വുമൺ അല്ലെ. ഒന്ന് പ്രഗ്നന്റ് വുമൺ, ഹർ ബർത്ത് പാർട്ട്ണർ. ബർത്ത് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബർത്ത് പാർട്ട്ണർ എന്ന് പറയുന്ന ആരാണ്? ആരെയാണ് ബർത്ത് പാർട്ട്ണർ? ആരാണ്? ഹസ്ബൻഡ് അല്ലേ. ഓക്കെ,
യെസ്. ദെൻ ഡോക്ടർ, നഴ്സ്, ANM on duty. ANM എന്നാരാണ്? ANM, ഓക്സിലറി നഴ്സ്, മിഡ്വൈഫ് അല്ലെ? ഓക്സിലറി നഴ്സ്, മിഡ്വൈഫ്. നമ്മൾ മലയാളത്തിൽ അവിടെ സൂതകർമ്മിണികൾ എന്ന് പറയും. അതായത് ലേബർ റൂമിൽ നമ്മൾ സ്റ്റാഫുകൾ കൂടാതെ കുട്ടിയെയും അല്ലെങ്കിൽ അമ്മയൊക്കെ കെയർ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സ്റ്റാഫുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് നഴ്സിംഗ് സ്റ്റാഫ് അല്ലാതെ തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ANM സ്റ്റാഫ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. സൂതകർമ്മിണികൾ എന്ന് മലയാളത്തിൽ പറയും. അന്ന് ഡ്യൂട്ടിയിലുള്ളവർ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഇത്രയും പേർക്കാണ് പ്രധാനമായിട്ട് എൻട്രി ഉള്ളത്. ഒന്ന് പ്രഗ്നന്റ് വുമൻസിന്, ഹസ്ബൻഡ്സിന്, ഡോക്ടേഴ്സിന്, നഴ്സിന്, ANM, പിന്നെ അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക്. കൂടാതെ ആർക്കും കൂടി പ്രവേശനമുണ്ട്, ക്ലീനിങ് സ്റ്റാഫുകൾക്ക് അല്ലെ? ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. അവർക്കും എങ്ങനെയാണ് പ്രവേശനം കൊടുത്തിരിക്കുന്നത്? അതായത് പീരിയോഡിക് എൻട്രി അല്ലെ? നിശ്ചിതമായ ഒരു പീരീഡ് അടിസ്ഥാനത്തിൽ മാത്രം ഒരു ക്ലീനിങ് പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും അവർക്കും അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്. Then before getting into the room, slippers, cap and mask should be worn by all visitors including the companion. ഇനി before getting into the room എന്താ പറയേണ്ടത്? ബിഫോർ ഗെറ്റിംഗ് ദ റൂംസിലാവുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കമ്പാനിയൻസിന്റെ കൂടെ ധരിക്കേണ്ടതുണ്ട്? എന്തൊക്കെ ധരിക്കണം? സ്ലിപ്പേഴ്സ്, ക്യാപ്സ് ആൻഡ് മാസ്ക് ഷുഡ് ബി വോൺ ബൈ ഓൾ വിസിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദ കമ്പാനിയൻ. വിസിറ്റേഴ്സ് എല്ലാം തന്നെ നിർബന്ധമായിട്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുവാണെങ്കിൽ എന്നത് നിർബന്ധമായിട്ടും സ്ലിപ്പേഴ്സും ക്യാപ്സും മാസ്ക്, അതായത് എല്ലാ പ്രിക്കോഷൻസ് അറിഞ്ഞിട്ട് മാത്രമായിരിക്കും അതിന്റെ അകത്തേക്ക് നമുക്ക് എൻട്രി ഉണ്ടായിരിക്കും. ഓക്കെ. Then any visits of people other than on-duty staff, pregnant woman and birth companion to the labor room should be short and timed to the task, such as cleaning, etc. Any visits of people other than on-duty staff, pregnant woman and birth companion to the labor room should be short and timed to the task. നമുക്ക് ഇതിനകത്ത് ഒരുപാട് സമയം നിൽക്കാനായിട്ട് സാധിക്കുമോ? ഒരു ടൈം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരുപാട് സമയം നിൽക്കുമോ? എത്രത്തോളം സമയം അനുവദിച്ചു തരുന്നുണ്ട്? ഷോർട്ട് ടൈമിലാണ് അല്ലെ? ഒരു ചെറിയൊരു ഇടവേളകളിൽ മാത്രമേ നമുക്ക് ഇപ്പോ പ്രഗ്നന്റ് വുമൻസിന് കാണാൻ, വിസിറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കമ്പാനിയൻസ് ആണെങ്കിലും എന്നുള്ള ചെറിയൊരു ഇടവേളയിൽ, പ്രത്യേകിച്ച് ക്ലീനിങ് സ്റ്റാഫുകൾക്ക് വരെ എന്താണ് ചെറിയൊരു പീരീഡ് മാത്രമാണ് അതിനകത്തേക്ക് പ്രവേശന സമയം അനുവദിക്കുന്നത്. ഓക്കെ. Then male staff entry should be conferred only to those who are only duty or have been called for any accessory and fittings. They should be humble and gracious to the dignity and privacy of the woman. ഇനി മെയിൽ സ്റ്റാഫുകൾക്ക് ഏത് സമയത്താണ് ഇതിനകത്തേക്ക് എൻട്രി ഉള്ളത്? മെയിൽ സ്റ്റാഫുകൾക്ക് ഏത് സമയത്തൊക്കെയാണ് മെയിൽ സ്റ്റാഫുകൾക്ക് ലേബർ റൂമിന്റെ അകത്തേക്ക് പ്രവേശനം വരുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? വായിച്ചു നോക്കിയ പോയിന്റ്. എന്തെങ്കിലും ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകൾക്ക് ഇപ്പൊ അതിനകത്ത് ലേബർ റൂമിനകത്ത് എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെ, എന്തെങ്കിലും എക്യുപ്മെന്റ്സോ എന്തെങ്കിലും ഇൻസ്റ്റാളേഷനൊക്കെ പർപ്പസുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ആക്സസറീസ് അവിടെ ഫിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് എന്താണ് മെയിൽ സ്റ്റാഫിന് അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. പക്ഷെ എന്തുകൂടെ ഇവിടെ നോക്കേണ്ടതുണ്ട്? They should be humble and gracious to the dignity and privacy of the woman. എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? മെയിൽ സ്റ്റാഫിന് എൻട്രി ഉണ്ടെങ്കിൽ അവിടെയുള്ള പ്രഗ്നന്റ് വുമൻസിന്റെ അല്ലെ അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അവരോട് വളരെ ഹംബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം ആദ്യം കാണിക്കേണ്ടത്, മെയിൽ സ്റ്റാഫുകൾ കാണിക്കേണ്ടത്. അതായത് അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത തരത്തിലായിരിക്കണം അവർ ബിഹേവ് ചെയ്യുന്നത്. അതായത് മെയിൽ സ്റ്റാഫുകൾക്ക് ഏത് സമയത്താണ് എൻട്രീസ് വരുന്നത്? മാക്സിമം എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ പർപ്പസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് അതിനകത്തേക്ക് മെയിൽ സ്റ്റാഫുകൾ എൻട്രി ചെയ്യുന്നുള്ളൂ. അപ്പൊ വരുന്ന സമയത്ത് പ്രഗ്നന്റ് വുമൻസിന്റെ ആ ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും അവരോട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, നമ്മള് പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് വേഗം പറയാം അല്ലെ.
പ്രത്യേകിച്ച് ടിപ്പിക്കൽ ബഫർ സോൺ ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എല്ലാത്തരം പ്രിക്കോഷൻസ്, പ്രത്യേകിച്ച് ഷൂസ്, മാസ്ക്, ക്യാപ്സ് തുടങ്ങിയ മുതലായ എല്ലാത്തരം പ്രിക്കോഷൻസ് അനുസരിച്ചിട്ട് ഉപയോഗിച്ചിട്ട് മാത്രമായിരുന്നു അതിനകത്തേക്ക് എൻട്രി ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇതിനകത്തേക്ക് പ്രവേശനമാണ്, പ്രത്യേകിച്ച് പ്രഗ്നന്റ് വുമൻസിന്, ഹെൽത്ത് പാർട്ട്ണർ, ഡോക്ടർ, നഴ്സാണ് ചെയ്യുന്നത്. ക്ലീനിങ് സ്റ്റാഫിന് വരെ ഒരു പീരിയോഡിക് എൻട്രി മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ്, അതിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ സ്ലിപ്പേഴ്സും ക്യാപ്സ് മാസ്ക് ഒക്കെ ധരിച്ചിട്ട് വേണം എല്ലാ വിസിറ്റേഴ്സും ഇതിനകത്തേക്ക് പ്രവേശിക്കാനാണ്. പിന്നെ എന്താണ്, ഇനി ഒരു ഷോർട്ട് ടൈം പീരീഡും സമയം മാത്രമായിരിക്കും നമുക്ക് അതിനകത്തേക്ക്, അതായത് പ്രഗ്നന്റ് വുമൻസിനെ കാണാനാണെങ്കിലും എന്താണ് ചെറിയ പീരീഡ് ഇടവേള മാത്രമേ കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് അത് ക്ലീനിങ് സ്റ്റാഫുകളാണെങ്കിൽ കൂടി മെയിൽ സ്റ്റാഫിനും ചില പ്രത്യേക സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ പർപ്പസോ ആക്സസറീസ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിനകത്തേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായ? പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. കുറച്ച് ബേസിക് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ കൂടുതൽ പ്രോട്ടോകോൾസ് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ഇതാരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രോട്ടോകോൾസ് വർക്കിംഗ് ഇൻ ദ ലേബർ റൂം എന്ന് പറയുന്നത് സ്റ്റാഫുകളാണ് അല്ലെ. All the staff must wear personal protective at the time of performing delivery and at all other times caps and masks must be worn. എല്ലാ സ്റ്റാഫുകളും എന്താണ് നിർബന്ധമായിട്ടും PPE വെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഡെലിവറി പെർഫോം അല്ലെ, ആ ഡെലിവറിയുടെ സമയത്തും അല്ലെങ്കിൽ അതിനുശേഷവും കംപ്ലീറ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് മാസ്കും ക്യാപ്സും ഒക്കെ ധരിച്ചിട്ടായിരിക്കണം അതിനകത്ത് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, നിർബന്ധമായിട്ടും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർ ഉപയോഗിക്കുക. പിന്നെന്താണ്, ഡിസ്പോസൽ സ്റ്റെറൈൽ ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ആക്യുറേറ്റ് ഹാൻഡ് വാഷിംഗ് വൈൽ എക്സാമിനിങ് ഓഫ് ദ ഡെലിവറി. എന്താ പറയുന്നത്? ഡിസ്പോസൽ സ്റ്റെറൈൽ ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ആക്യുറേറ്റ് ഹാൻഡ് വാഷിംഗ്. നമ്മള് സ്റ്റെറൈൽ ഗ്ലൗസുകൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മള് ഗ്ലൗസസ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല എന്താണ്, കൃത്യമായിട്ട് അത് എന്ത് ചെയ്തിരിക്കണം? നമ്മളത് ഡിസ്പോസ് ചെയ്തിരിക്കുക. ദെൻ protocol for infection prevention, adherence, sorting out and disposal in the bin should strictly be adhered, and the protocol poster should be wall mounted in the area where color coded bins are located. ഇവിടെ വേറെ ഒന്നുമല്ല പറയുന്നത്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഗ്ലൗസസുകളും പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തരം എല്ലാത്തരം പ്രോട്ടോകോൾസും പാലിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിച്ച ഗ്ലൗസസുകൾ മറ്റു മെറ്റീരിയൽസിലെല്ലാം നമ്മൾ എവിടെയായിരിക്കും ഡിസ്പോസ് ചെയ്യേണ്ടത്? പ്രത്യേകമായിട്ട് കളർ കോഡ് ചെയ്ത ബിൻസ് വെച്ചിട്ടുണ്ട്. ബിൻസ് മീൻസ് എന്താണ്? നമ്മുടെ കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. അല്ലെങ്കിൽ കളർ കോഡിന്റെ ടിന്നുകൾ കണ്ടിട്ടില്ലേ? പല കളേഴ്സിലുള്ള വേസ്റ്റ് ഡിസ്പോസലുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അതിൽ മാത്രമായിരിക്കണം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാത്തരം മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് ഗ്ലൗസസ് അല്ലെ. വിവിധമായിട്ട് എല്ലാ ഗ്ലൗസസുകളും നമ്മള് അതിങ്ങനെ ഓരോ ഏരിയാസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. വാൾ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മാൾമൗണ്ടഡ് ഏരിയാസിൽ കൃത്യമായിട്ട് ഏതൊക്കെ വേസ്റ്റസ് ആയിരിക്കണം കളയേണ്ടത്, ഏത് കളറാണെന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ അതിൽ മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വേസ്റ്റസുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഗ്ലൗസസുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആര് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്? ലേബർ റൂമിനകത്തുള്ള സ്റ്റാഫുകൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? എല്ലാ സ്റ്റാഫുകളും നിർബന്ധമായിട്ട് PPE വെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഡെലിവറി പെർഫോം ചെയ്യുന്ന സമയത്തും അതിനുശേഷം എന്താണ്? ക്യാപ്സും മാസ്കും നിർബന്ധമായിട്ടും ധരിക്കുക. പിന്നെ disposal sterile gloves should be used after accurate hand washing and while examining on the delivery. നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസസുകൾ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യേണ്ടത്? should be used after accurate hand washing. ഇനി യൂസ് ചെയ്തതിനു ശേഷം ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കൃത്യമായിട്ട് കളർ കോഡ് ചെയ്തിട്ടുള്ള വേസ്റ്റസിൽ മാത്രം, വേസ്റ്റ് ബിൻസിൽ മാത്രമായിരിക്കും ഈ വേസ്റ്റസ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റാഫുകൾ പരിപാലിക്കേണ്ട 2 പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Okay. Next one. Supervision for quality care in the labor room. Supervision for quality of care in the labor room. നമ്മൾ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനേക്കാളും ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലേബർ റൂം എന്ന് പറയുന്നത്, ലേബർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അവിടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള സൂപ്പർവിഷൻ ആ ഡിപ്പാർട്ട്മെന്റിന് മേലെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതൊക്കെയാണ് should have a neatness checklist for evaluation that should be completed and signed by the supervisor who conduct a visit of the labor room. എന്താ പറയുന്നത്? should have a neatness checklist. അതായത് ലേബർ റൂമിന്റെ നീറ്റ്നെസ് അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നീറ്റ്നെസ് ചെക്ക്ലിസ്റ്റിൽ എന്തായിരിക്കും ഓരോ ഇപ്പൊ നമ്മൾ 5 മെറ്റേണിറ്റി വാർഡ്സിൽ 5 ഏരിയാസ് പഠിച്ചാൽ 5 ഏരിയകൾ ഉണ്ട്. അപ്പൊ ഓരോ ഏരിയാസിലും ഏതൊക്കെ രീതിയിലുള്ള ക്ലീനിങ്സ് നിലനിർത്തുന്നില്ല, ഏതൊക്കെ നീറ്റ്നെസ് നിലനിർത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഇവർ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ 5 ഏരിയാസിലും അല്ലെങ്കിൽ ലേബർ റൂം കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് അവര് നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നീറ്റ്നെസ് നിലനിർത്തുന്നത് നമ്മൾ ആ ചെക്ക് ലിസ്റ്റിൽ എന്താണ് എല്ലാം ഗുഡ് എന്ന രീതിയിൽ നമുക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഒരു സൂപ്പർവൈസർ, ലേബർ റൂം സൂപ്പർവൈസർ ആയിരിക്കും ഈ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അത് സൈൻ ചെയ്യും. ഓക്കെ ആണെങ്കിൽ നീറ്റ്നെസ് ഒക്കെ ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ എന്താണ് സൈൻ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? യെസ്. ഇനി സെക്കൻഡ് വൺ എന്താണ്? ദ ഫെസിലിറ്റി ഇൻചാർജ്. ശ്രദ്ധിക്കുക, ദ ഫെസിലിറ്റി ഇൻചാർജ് ഷുഡ് വിസിറ്റ് ലേബർ റൂം ട്വൈസ് ഡ്യൂറിംഗ് ഈച്ച് വീക്ക്. ഇനി ഫെസിലിറ്റി ഇൻചാർജ് ഉള്ള വ്യക്തി അല്ലെ, ഫെസിലിറ്റി ഇൻചാർജ് ഉള്ള സ്റ്റാഫ് ലേബർ റൂം എത്ര പ്രാവശ്യമാണ് വിസിറ്റ് ചെയ്യുന്നത്? എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. ഏതൊക്കെ സമയത്ത്? ഏതൊക്കെ സമയത്താണ്? ഓരോ വീക്കിലും ഏകദേശം 2 പ്രാവശ്യമെങ്കിലും ഫെസിലിറ്റി ഇൻചാർജ് ലേബർ റൂം നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എന്താണ്? OBG ഓർ MU. OBG എന്ന് പറയുന്നത് എന്താണ്? ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, അല്ലെങ്കിൽ MU എന്ന് പറയുന്നത് എന്താണ്? മെറ്റേണിറ്റി യൂണിറ്റ് കേട്ടോ. ഓക്കെ, മെറ്റേണിറ്റി യൂണിറ്റ് MU. അപ്പോ MU ഇൻചാർജ് അല്ലെങ്കിൽ OBG ഇൻചാർജ് ഉള്ള വ്യക്തി, OBG ഇൻചാർജ് ഓഫ് ദ ലേബർ റൂം is required to visit the labor room twice every day. അപ്പോ OBG ഇൻചാർജ് ഉള്ള വ്യക്തി ലേബർ റൂം എത്ര പ്രാവശ്യം വിസിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്? ദിവസത്തില് 2 പ്രാവശ്യമെങ്കിലും ലേബർ റൂം കൃത്യമായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ മാറിപ്പോകരുത് കേട്ടോ. ഫെസിലിറ്റി ഇൻചാർജ് എപ്പോഴാണ് വിസിറ്റ് ചെയ്യേണ്ടത്? ഫെസിലിറ്റി ഇൻചാർജ് ഓക്കെ, ഫെസിലിറ്റി ഇൻചാർജ് എപ്പോഴാണ് ലേബർ റൂം വിസിറ്റ് ചെയ്യേണ്ടത്? ട്വൈസ് ഡ്യൂറിംഗ് ഈച്ച് വീക്കില് അല്ലെ. OBG അല്ലെങ്കിൽ MU ഇൻചാർജ് എപ്പോഴാണ് വിസിറ്റ് ചെയ്യേണ്ടത്? ലേബർ റൂം ട്വൈസ് എവറി ഡേ അല്ലെ. എവറി ഡേ എല്ലാ ദിവസവും 2 പ്രാവശ്യമെങ്കിലും OBG ഇൻചാർജ് ഉള്ളവരെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ 2 പോയിന്റ് ക്ലിയർ ആണോ? Yes. Then the nursing supervisor or nurse in charge should visit at least one in every shift. The nursing supervisor or nurse in charge should visit at least once in every shift. Nursing supervisor അല്ലെങ്കിൽ nursing in charge ഉള്ളവര് ഒരു പ്രാവശ്യമെങ്കിലും ഓരോ ഷിഫ്റ്റിനനുസരിച്ച് ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് ലേബർ റൂം കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then fifth one, the supervisor should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. Then fifth point എന്താ പറയുന്നത്? The supervisor should also analyze. Supervisor നിർബന്ധമായിട്ട് അനലൈസ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ സപ്ലൈസസ് അല്ലെ. ലേബർ റൂമിനകത്തുള്ള എല്ലാ സപ്ലൈസസും കൃത്യമായ രീതിയിൽ കൃത്യമായിട്ടുള്ള ടൈംസിൽ സൂട്ടബിൾ ആയിട്ട് അവർക്കവിടെ ലഭ്യമാകുന്നുണ്ടോ എന്ന് കൂടി ആൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലേബർ റൂം സൂപ്പർവൈസർ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാ എസെൻഷ്യൽ സപ്ലൈസസും മെഡിക്കേഷൻസ് ആണെങ്കിൽ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ എല്ലാത്തരം റിസോഴ്സസുകളും കൃത്യമായിട്ടുള്ള ടൈമിൽ അവർക്ക് അവിടെ ലഭ്യമാകുന്നുണ്ടോ എന്ന് കൂടി അനലൈസ് ചെയ്യണം. ആരാണ്? സൂപ്പർവൈസേഴ്സ്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഫിഫ്ത് പോയിന്റ്. Next one, last one. Every month the labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part.
They should ponder on ways to improve the quality in the labor room. Feedback of supportive supervision should also be shared during these meetings. ഇനി എല്ലാ മാസവും എന്താണ് ലേബർ റൂമിൽ നമ്മളൊരു റിവ്യൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത്? അതായത് ലേബർ റൂം പ്രാക്ടീസുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റിവ്യൂ മീറ്റിംഗ്സ് നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഏത് ഫെസിലിറ്റി ആണോ അത് അറേഞ്ച് ചെയ്യുന്നത്, അവരായിരിക്കും അത് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിലെല്ലാ സ്റ്റാഫുകളും പങ്കെടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. ആ ഒരു സമയത്താണ് നമ്മൾ എന്തെങ്കിലും തരത്തില് ലേബർ റൂമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും ക്വാളിറ്റീസ് കുറവോ അല്ലെങ്കിൽ നമുക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്താണ് അല്ലെങ്കിൽ നമുക്ക് ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റിവ്യൂ മീറ്റിംഗ്സിൽ നമുക്ക് ഇതെല്ലാം അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന മാർഗങ്ങളും തന്നെ എന്താണ് ഈ ഒരു റിവ്യൂ മീറ്റിംഗ്സിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയും ഈ മീറ്റിംഗ്സ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മാസവും റിവ്യൂ മീറ്റിംഗ്സ് ലേബർ റൂമിൽ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ട് ഓരോ മാസം എന്തുണ്ടായിരിക്കും? ലേബർ റൂമിന്റെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗ്സ് എല്ലാ സ്റ്റാഫുകളും ഫെസിലിറ്റീസും കൂടെ അറേഞ്ച് ചെയ്യുന്നതാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? ലേബർ റൂമിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റീസ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കുന്ന തരത്തിലുള്ള ഫീഡ്ബാക്സുകളും സജഷൻസും ആയിരിക്കുള്ള മീറ്റിംഗ്സിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മീറ്റിംഗ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ആ മീറ്റിംഗ്സിന് ശേഷം എന്തെങ്കിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന മെഷേഴ്സുകൾ അവിടെ സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ മാസവും എന്തുണ്ടായിരിക്കും? ഒരു റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, മനസ്സിലായോ? 6th പോയിന്റ്. ഓക്കെ, ഒന്നുകൂടെ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോ ലേബർ റൂമിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സൂപ്പർവിഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പോ നമ്മുടെ ചെക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ആയിരിക്കും ഒരു ലേബർ റൂമിന്റെ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് സൈൻ ചെയ്ത് അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫെസിലിറ്റി ഇൻചാർജ് കൃത്യമായിട്ട് ഓരോ വീക്സും 2 പ്രാവശ്യമെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് ഓബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് മെറ്റേണിറ്റി യൂണിറ്റ് ഇൻചാർജ് ഉള്ളവരും കൃത്യമായിട്ട് ലേബർ റൂം എവറിഡേ 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ അവരുടെ ഓരോ ഷിഫ്റ്റ്സിലും എവറിഡേ ഓരോ ഷിഫ്റ്റ്സിലും അവരെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് എല്ലാ സൂപ്പർവൈസേഴ്സും കൃത്യമായിട്ട് ലേബർ റൂമിനകത്തുള്ള എല്ലാ എസെൻഷ്യൽ സപ്ലൈസസും എല്ലാ മെറ്റീരിയൽസും റിസോഴ്സസും ഒക്കെ കൃത്യമായിട്ടൊരു ടൈംലി മാനറിൽ ലഭ്യമാക്കുന്നുണ്ടോ എന്ന് കൂടി ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ എല്ലാ മാസവും ഒരു റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുകയും അവിടെ എന്താണ് റിവ്യൂ മീറ്റിംഗ്സിൽ നമ്മൾ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന എന്താണ് ലേബർ റൂമിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന മെഷേഴ്സിലും ഫീഡ്ബാക്സുകളുമാണ് അവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ. Labor room should thus provide standardized and high quality services during childbirth. Control of infection and safety are also vital factors related to the labor room. അപ്പോൾ നമ്മൾ അവസാനം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇങ്ങനെയുള്ള സർവീസസ് ആണ് നമുക്ക് ലേബർ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ഹൈ ക്വാളിറ്റി സർവീസസ് അല്ലെ, ഏറ്റവും നിലവാരമുള്ള ഹൈ ക്വാളിറ്റി സർവീസസ് ആണ് ഓരോ ചൈൽഡ് ബർത്തിനും അല്ലെങ്കിൽ ലേബർ സർവീസസിനും അവർ കൊടുക്കുന്നത്. മാത്രമല്ല നല്ല രീതിയിലുള്ള എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി പ്രാക്ടീസസും എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാ നല്ല സർവീസസും ആണ് ഇവിടെ കൊടുക്കുന്നത് ലേബർ റൂംസിൽ നമ്മൾ. അതായത് അണുബാധ നിയന്ത്രിക്കുന്നതിനും എല്ലാ തരത്തിലുള്ള സുരക്ഷയും നിലനിർത്തിക്കൊണ്ടാണ് ലേബർ റൂം നല്ല രീതിയിലൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ലേബർ റൂം കംപ്ലീറ്റഡ് ആണ്. നിങ്ങളൊന്ന് എടുത്ത് അത്ര ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാവോ? ഇന്ന് എടുത്ത് അത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ.
വായിച്ചായിരുന്നോ? പിള്ളേരെ കേൾക്കുന്നില്ലേ? ഓക്കെ. യെസ്. നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആംബുലൻസ് സർവീസസ് ആരെങ്കിലും എടുത്തോ? ഇല്ലല്ലോ. ആംബുലൻസ് സർവീസസ് ഇല്ല. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിരുന്നോട്ടോ. കുറെ നേരമായില്ലേ കണ്ടിന്യൂ ചെയ്യുന്നേ. ഓക്കെ. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഏത് ചാപ്റ്റർ ആണ് ആംബുലൻസ് സർവീസസ്? ചാപ്റ്റർ നമ്പർ എത്രയാണെന്ന് അറിയാമോ? 11. ഞാൻ എടുക്കട്ടെ കേട്ടോ. ഇത് നമ്മളുടെ PDF എല്ലാം ഒരുമിച്ച് കിടക്കുന്നുണ്ട്. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. പേജ് നമ്പർ 63 അല്ലേ? യെസ്. ഇപ്പൊ ആംബുലൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ഇനിയിപ്പോ പഠിച്ചു കഴിയുമ്പോ കുറച്ചും കൂടി നമ്മൾ ഒന്നുകൂടെ ഇനി ആ ഒരു വാഹനം അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത് എന്ത് വെഹിക്കിൾ ആണ് ആംബുലൻസസ് എന്ന് പറയുന്നത്? എന്ത് വെഹിക്കിൾ ആയിട്ടാണ് നമ്മൾ ഇതിന് പഠിക്കുന്നത്? മെഡിക്കൽ അറേഞ്ച്ഡ് വെഹിക്കിൾ ട്രാൻസ്പോർട്ട് ആണ് അല്ലേ? മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ അല്ലേ ആംബുലൻസ്? യെസ്. ആംബുലൻസിന്റെ സേവനങ്ങൾ നമുക്ക് എപ്പോ വേണമെങ്കിലും ലഭ്യമാണോ? തീർച്ചയായും അല്ലെ? എപ്പോ വേണമെങ്കിലും നമുക്ക് 24 hours അവൈലബിലിറ്റി ഉണ്ട്. കാണാമോ? സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാമോ പിള്ളേരെ? കാണാം. Introduction നോക്കാം. An ambulance is a medically arranged vehicle which transport patients to treatment facilities such as hospitals. Typically, out of hospitals, medical care is given to the patient during the transport. Ambulances are used to react to medical emergencies by emergency medical services. They can swiftly transport paramedics and other first responders to the scene, carry equipment for administrating emergency care and transport patient to hospital or other definitive care. Introduction ഭാഗത്ത് എന്താ പറയുന്നത്? ആംബുലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ? പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ എല്ലാത്തരം ട്രീറ്റ്മെന്റ്സിനും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാന സംവിധാനമാണ് എന്ത്? ആംബുലൻസസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആംബുലൻസിന്റെ സൗകര്യം നിങ്ങൾക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് ആവശ്യമായിട്ട് വരുന്നത്? ആംബുലൻസിന്റെ സാഹചര്യങ്ങള്, ആംബുലൻസ് സൗകര്യം നമുക്ക് ഏതൊക്കെ സമയത്താണ് ആവശ്യമായിട്ട് വരുന്നത്?
ടിപ്പിക്കലി അവരുടെ ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ആണ് അല്ലെ. പ്രത്യേകിച്ച് അപ്പുറത്ത് എന്തെങ്കിലും ആക്സിഡൻസുകളൊക്കെ സംഭവിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ എമർജൻസീസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ആംബുലൻസിനെ ആശ്രയിക്കുന്നത് അല്ലെ, എമർജൻസി സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ എമർജൻസി സർവീസസിന്റെ കീഴിലാണ് നമ്മുടെ ആംബുലൻസുകൾ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് അല്ലെ. ഇവിടെ നോക്കൂ, to react medical emergencies by emergency medical services എന്ന് അണ്ടർലൈൻ ചെയ്യണേ. Ambulances are used to react to medical emergencies by emergency medical services. അല്ലെ, എമർജൻസി മെഡിക്കൽ സർവീസസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആംബുലൻസ് സർവീസസുകൾ ഉപയോഗപ്രദമാക്കുന്നത് അല്ലെ. ഓക്കെ, they can swiftly transport paramedics and other first responders to the scene, carry equipment of the administrating emergency care and transport patient to the hospital or other definitive care. അപ്പൊ നമ്മള് വിളിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സ്ക്രീനിൽ കാണുന്നില്ലേ, PDF കാണുന്നില്ലേ, എല്ലാവർക്കും കാണുന്നില്ലടോ, നോക്കട്ടെ. ചിലവർക്ക് കാണാന്ന് പറയുന്നത്, കാണില്ല എന്ന് പറയുന്നത്. ചിലപ്പോ നിങ്ങളുടെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കുമോ. PDF വേറെയാണോ, ആംബുലൻസ് അല്ലേ കാണുന്നേ? നോക്കിയേ, ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, നോക്കട്ടെ കേട്ടോ. കാണാമോ? അയ്യോ, എന്തത്? ഇല്ല. നേരത്തെ കാണായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലടോ. വെയിറ്റ് ഇട്ടാണ് നോക്കട്ടെ. സോറി, ഷെയർ ആവുന്നില്ല കേട്ടോ. ഏതൊരു കാര്യം ചെയ്യാൻ ടെക്സ്റ്റിൽ തന്നെ നോക്കാം കേട്ടോ. എല്ലാവരുടെയൊക്കെ ഈ ടെക്സ്റ്റ് ഉള്ളല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ കയ്യില്, അത് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, അത്ര സമയം കളയണ്ടല്ലോ. യെസ്. Okay, they can swiftly transport paramedics and other first responders to the scene. ഡെഫിനറ്റ്ലി. അപ്പൊ ആംബുലൻസിന്റെ പ്രധാന സർവീസസ് എന്ന് പറയുന്നത് എന്താണ്? എത്രയും പെട്ടെന്ന് ആ ഒരു സ്പോട്ടിലേക്ക് എത്തിച്ചേർന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കെയർ പ്രൊവൈഡ് ചെയ്യാന്നല്ലേ. അപ്പൊ അതിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കും? പ്രത്യേകിച്ച് ഒരു ആംബുലൻസ് സർവീസസിൽ ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്, പേഷ്യൻസിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ആംബുലൻസിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും? പാരാമെഡിക്സ് ഉണ്ടായിരിക്കും, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു സീനിൽ ആദ്യം എത്തുന്ന ആളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് അത്ര ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം ആരെങ്കിലുമൊക്കെ ഇത്തരം സ്റ്റാഫുകളായിരിക്കും പ്രധാനമായിട്ടും അതിനകത്ത് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. മാത്രമല്ല എത്രയും പെട്ടെന്ന് പേഷ്യൻസിന് എന്താണ് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്ന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുക എന്നുള്ളതാണ് ആംബുലൻസിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ ആംബുലൻസ് വിളിച്ച് ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അവരെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ എത്തിച്ചേർക്കുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ ആംബുലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ അറേഞ്ച്ഡ് വെഹിക്കിൾ എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെഡിക്കൽ അറേഞ്ച്ഡ് എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് EMS? എന്താണ് EMS? എമർജൻസി മെഡിക്കൽ സർവീസസ്. ആംബുലൻസുകൾ യൂസ് ചെയ്യുന്നത് എന്തിന്റെ കീഴിലാണ്? എമർജൻസി മെഡിക്കൽ സർവീസസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആംബുലൻസുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ EMSന്റെ എക്സ്പാൻഷൻ അവിടെ പഠിക്കണം കേട്ടോ. ഓക്കെ,
Then the term ambulance comes from the Latin word ambulare, meaning to walk or move about, which is reference to early medical care where patients were carried by lifting or kneeling. അപ്പോൾ ആംബുലൻസ് എന്ന വാക്ക് ലാറ്റിൻ വേർഡായ ആംബുലറിൽ നിന്നാണ്, ആംബുലയർ എന്ന വാക്കിൽ നിന്നുമാണ് ആംബുലൻസ് എന്ന വാക്കുണ്ടായത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആംബുലൻസ് എന്ന വാക്ക് ഇവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ലാറ്റിൻ വേർഡായ ആംബുലയറിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ടു വാക്ക് ഓർ മൂവ് അബൌട്ട്, നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നാണ് ആംബുലയർ എന്ന വാക്കിന് അർത്ഥം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണേ. ആംബുലർ എന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? ലാറ്റിൻ വേർഡായ ആംബുലയറിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ടു വാക്ക് ഓർ മൂവ് അബൌട്ട്, നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നാണ് അതിനർത്ഥം. Which is reference to early medical care which patients were carried by lifting or wheeling. അതായത് രോഗികളെ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് വഴി അല്ലെങ്കിൽ വീലിംഗ് വഴി കൊണ്ടുപോകുന്നതിനൊരു ആദ്യകാല പരിചരണമായിട്ടാണ് ഈ ഒരു വാക്കിനെ നമ്മൾ അതിനർത്ഥം കൊണ്ട് മനസ്സിലാക്കുന്നത്. അതായത് പേഷ്യൻസിനെ കൊണ്ടുപോവുക അല്ലെങ്കിൽ വീൽ ചെയ്ത് കൊണ്ടുപോവുക എന്നൊരു അർത്ഥമാണ് ഇതിന്റെ പ്രധാനമായിട്ട് ഇതിനെ പറയുന്നത്. മെഡിക്കൽ കെയർ കൊടുക്കുക, ജീവനാന്തമായ പെട്ടെന്നുള്ള ഒരു മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് പേഷ്യൻസിനെ ലിഫ്റ്റിംഗ് ഓർ വീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലിഫ്റ്റിംഗ് ഓർ വീലിംഗ്, ഇത് രോഗികളെ ലിഫ്റ്റ് അല്ലെങ്കിൽ വീലിംഗ് വഴി കൊണ്ടുപോകുന്നതിനുള്ള ഒരു ആദ്യ പരിചരണമാണെന്ന് ആംബുലൻസ് സർവീസസ് എന്ന് പറയുന്നത്. ആദ്യകാലത്തുള്ള ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് എന്താണ് പഠിക്കേണ്ടത്? ലാറ്റിൻ വേർഡായ ആംബുലയറും അതിന്റെ മീനിങ്ങും പഠിക്കാം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഇനി നമുക്ക് ആംബുലൻസസ് നമ്മൾ പല ടൈപ്സിൽ കണ്ടിട്ടുണ്ട് അല്ലെ. There are so many types of ambulances. ഒന്ന് റോഡ് ഗോയിങ് ആംബുലൻസസ് ഉണ്ട്, എയർ ഗോയിങ് ആംബുലൻസസ് ഉണ്ട്, വാട്ടർ ഗോയിങ് ആംബുലൻസസ് ഉണ്ട്. ഓക്കെ, അതിൽ നോക്കാം റോഡ് ഗോയിങ് ആംബുലൻസസിൽ എന്തൊക്കെ വരുന്നുണ്ട്? വാൻ ആണ് കേട്ടോ. വാൻസ്, മോട്ടോർ സൈക്കിൾസ്, ബൈസിക്കിൾസ് ആൻഡ് ബസ്സസ്. റോഡ് ഗോയിങ് ആംബുലൻസസിൽ ഉൾപ്പെടുന്ന കാറ്റഗറീസ് ആണ് ആദ്യകാലങ്ങളിൽ മോട്ടോർ സൈക്കിൾസ്, വാൻസ്, ബൈസിക്കിൾസ് ആൻഡ് ബസ്സസ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എയർ ഗോയിങ് ആംബുലൻസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഹെലികോപ്റ്റേഴ്സ് ആണ്, എയർക്രാഫ്റ്റ്സുകൾ. വാട്ടർ ഗോയിങ് ആംബുലൻസിൽ വരുന്നത് ഏതൊക്കെയാണ്? ബോട്ട്, ഹോസ്പിറ്റൽ ഷിപ്സുകൾ. അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഷിപ്സുകളും കൂടി വാട്ടർ ഗോയിങ് ആംബുലൻസസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, സോ മെനി ടൈപ്സിൽ ഈ ടൈപ്സ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. റോഡ് ഗോയിങ്ങിൽ ഏതൊക്കെ വരുന്നുണ്ട്, എയർ ഗോയിങ്ങിൽ ഏതൊക്കെ വരുന്നുണ്ട്, വാട്ടർ ഗോയിങ് ആംബുലൻസിൽ ഏതൊക്കെയാണ് വരുന്നത് പഠിക്കാം. ഓക്കെ, ഇനി നമ്മള് ഫങ്ഷണലിന്റെ ബേസിസിൽ ആംബുലൻസിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഫങ്ഷന്റെ ബേസിസിൽ അതിനെ ഒരു 7 ആംബുലൻസുകളായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. 7 തരത്തില് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എമർജൻസി ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ആംബുലൻസ് ബസ്, ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് ആൻഡ് സൈക്കാട്രിക് ആംബുലൻസ്. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ, അതിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ 7 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ ആംബുലൻസ് കാറ്റഗറി ഏതാണ്? എമർജൻസി ആംബുലൻസ്. നോക്കാം, ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ലേ? Emergency ambulance എന്താണ്? The most usual mode of ambulance which give care to patient with a critical illness or injury. These can be road going vans, boat, helicopters, fixed wing aircraft, or even converter vehicles such as golf carts. Emergency ambulances എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസസ് ആണ് എമർജൻസി ആംബുലൻസസ് എന്ന് പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പേഷ്യൻസിന് എമർജൻസി ആംബുലൻസസ് ആവശ്യമായിട്ട് വരുന്നത്? With the critical illness of injuries അല്ലെ, critical illness or injuries കേസസിൽ. അതേപോലെ തന്നെ എന്താണ് ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്താ? റോഡ് ഗോയിങ് ആംബുലൻസസുകള്, ബോട്ട്സ്, ഹെലികോപ്റ്റേഴ്സ്, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ്സുകള്, ദെൻ അതായത് നോൺ ആസ് എയർ ആംബുലൻസസ്. ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ്സുകൾ നമ്മൾ എന്താ പറയുന്നത്? എയർ ആംബുലൻസസ് കാറ്റഗറിയിൽ പെടുന്നുണ്ട് കേട്ടോ. Then or even converter vehicles such as golf carts. എന്താണ് ഗോൾഫ് കാർട്സുകൾ എന്ന് പറയുന്നത്? കണ്ടിട്ടുണ്ടോ ഗോൾഫ് കാർട്സുകള്?
അതായത് നമ്മുടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള മറ്റു വാഹനങ്ങളാണ്, അതായത് വെഹിക്കിൾസ് തന്നെ മോഡിഫൈ ചെയ്തിട്ടുള്ള മറ്റ് എമർജൻസി ആംബുലൻസ് കാറ്റഗറിയിൽ വരുന്നതാണ് ഗോൾഫ് കാർസുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? ഫസ്റ്റ് ഫങ്ഷണൽ എമർജൻസി അല്ലെ, എമർജൻസി ആംബുലൻസ് കാറ്റഗറീസിൽ വരുന്നതാണിത്. യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസസ് ആണ്. ഇത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ആവശ്യമായിട്ട് വരുന്നത്? ക്രിട്ടിക്കൽ ഇൽനെസ് ഓഫ് ഇഞ്ചുറി സിറ്റുവേഷൻസിലാണ് നമ്മൾ എമർജൻസി ആംബുലൻസുകൾ ഉപയോഗിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസും ഇഞ്ചുറീസും കൈകാര്യം ചെയ്യുക എന്നതാണ് എമർജൻസി ആംബുലൻസിന്റെ ഫംഗ്ഷൻ. അതിൽ വരുന്ന ഏതൊക്കെ കാറ്റഗറീസ് വരുന്നുണ്ട്? റോഡ് ഗോയിങ്സ് വരുന്നുണ്ട്, വാൻസ്, റോഡ് ഗോയിങ്ങിലെ വാൻസ് വരുന്നുണ്ട്, ബോട്ട്സ്, ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ആംബുലൻസസ് വരുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഇവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് സച്ചാസ് ഗോൾഫ് കാർസുകളിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള മറ്റു വാഹനങ്ങളെല്ലാം തന്നെ എമർജൻസി ആംബുലൻസ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. മനസ്സിലായോ എമർജൻസി ആംബുലൻസസ് എന്താണെന്ന്? അതായത് ഗുരുതരമായിട്ടുള്ള രോഗമോ പരിക്കുകളോ സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ എമർജൻസി ആംബുലൻസുകൾ സ്വീകരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? നെക്സ്റ്റ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് നോക്കൂ, a vehicle which has duty of transporting patients to from or between of location of medical treatment such as hospital or dialysis center from non-urgent care. These can be vans, buses or other vehicles. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് പേഷ്യൻസിന് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് അല്ലെ. അതായത് ഇവിടെ നോൺ അർജന്റ് കെയർ ആണ്, എമർജൻസി സിറ്റുവേഷൻ അല്ല. ഇപ്പൊ ഡയാലിസിസിനൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ കണ്ടിട്ടില്ലേ നമ്മള് ആംബുലൻസസ് ആയിട്ട്, പാലിയേറ്റീവ് കേസിനൊക്കെ വേണ്ടിയിട്ട്, അതായത് പേഷ്യൻസിന്റെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കണ്ടിട്ടില്ലേ പേഷ്യൻസിനെ? അതായത് അർജന്റ് ആയിട്ടുള്ള കേസസ് ആണ് അതൊക്കെ, അല്ല നോൺ അർജന്റ് കെയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ. പ്രത്യേകിച്ച് വാനിലോ ബസ്സിലോ ഒക്കെ നമുക്ക് എന്താണ് പേഷ്യൻസിനെ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഡയാലിസിസ് പോലുള്ള വൈദ്യ ചികിത്സയിലേക്ക് നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിനേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള പ്രത്യേക തരം ആംബുലൻസുകളാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസസ് എന്ന് പറയുന്നത്. നമ്മുടെ ചെറിയ വാൻ ആവാം, ചെറിയ ബസ്സുകളാവാം, അല്ല അതർ വെഹിക്കിൾസ് ആവാം. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന നോൺ അർജന്റ് കെയർ ആംബുലൻസുകളാണ്. ഓക്കെ, മനസ്സിലായോ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസുകള് നെക്സ്റ്റ് ആംബുലൻസ് ബസ്. ആംബുലൻസ് ബസ്, a huge ambulance usually based upon a bus chassis based frame a car then that can move out of and transport a great number of patients. അപ്പൊ ആംബുലൻസ് ബസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നോ രണ്ടോ പേഷ്യൻസിനെ മാത്രമല്ലേ കൊണ്ടുപോകാൻ പറ്റുന്നത് ആംബുലൻസ് ബസ് എന്ന് പറയുമ്പോൾ? അതേ ടൈമിൽ നമ്മൾ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ അല്ലെ, ചിലപ്പോൾ ഒരു വലിയ ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ പേഷ്യൻസിനെ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് എന്തിലുണ്ടായിരിക്കുക? ആംബുലൻസ് ബസ്സിൽ. അതായത് ഇവിടെ ചാൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രെയിം കാറിന് അല്ലെ, ഒരു കാറിന്റെ ഫ്രെയിം പോലെ ആയിരിക്കും അതിന്റെ ഒരു ഫ്രണ്ട് രൂപം എന്ന് പറയുന്നത്, അതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു സമയത്ത് തന്നെ എന്താണ് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് പേഷ്യൻസ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് എന്തിൽ സാധിക്കും? ആംബുലൻസ് ബസ്സിൽ സാധിക്കുന്നതാണ്. ഓക്കെ, അതൊരു ഹ്യൂജ് ആംബുലൻസ് ആയിരിക്കുള്ളൂ, അതായത് ഏറ്റവും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളായിരിക്കുള്ളൂ എന്തിലുണ്ടായിരിക്കുക? ആംബുലൻസ് ബസ്സിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് വലിയൊരു ആക്സിഡന്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത്? ആംബുലൻസ് ബസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ബസ് ഷേപ്സിലാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ചാരിറ്റി ആംബുലൻസ് ആണ്. ചാരിറ്റി ആംബുലൻസ്, a peculiar mode of transport ambulance is given by charity for the purpose of taking sick children or adults on outings or vacations away from hospitals, hospices or care homes where they are in long-term care. Examples include the United Kingdom's ambulance project. These are commonly based on a bus.
ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത് എന്താണ്? ചാരിറ്റി ബേസ്ഡ് ആണ് അല്ലെ. അതായത് പ്രത്യേകിച്ച് എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണത്? പ്രത്യേകിച്ച് നമുക്ക് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചാരിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് അല്ലെ. പ്രത്യേകിച്ച് അതായത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോ ജീവിതകാലം മുഴുവനും എന്താണ് ഒരേ കിടപ്പ് കിടക്കുന്ന രോഗികൾ ഉണ്ടാവും അല്ലെ. അതായത് എല്ലാ സംവിധാനങ്ങളും തന്നെ ഉണ്ടായിട്ട് അവർക്ക് അതിനകത്ത് കിടക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അതായത് ചില പേഷ്യൻസിന് ചിൽഡ്രൻസ് ആയിക്കോട്ടെ അഡൽട്സ് ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് എന്താണ് അവർക്ക് ഒരു ഔട്ടിങ്സിന് കൊണ്ടുപോകാൻ, അതായത് അവർ കിടക്കുന്ന അതേ സൗകര്യത്തിൽ തന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സജ്ജീകരണമാണ് എന്ത് ചാരിറ്റി ആംബുലൻസസ് എന്ന് പറയുന്നത്. അവരുടെ റൂമിൽ എന്തൊക്കെ തരം ഫെസിലിറ്റീസ് ഉണ്ട് അതേ ഫെസിലിറ്റീസ് തന്നെ എന്താണ് ആ ചാരിറ്റി ആംബുലൻസസ് പ്രൊവൈഡ് ചെയ്യും. അവരെന്താണ് ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് വെക്കേഷൻസിനൊക്കെ എന്താണ് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അതുപോലെയുള്ള ഹോസ്പിറ്റൽസുകളുണ്ട്, ഹോസ്പിറ്റൽസുകളുണ്ട്. ഹോസ്പിറ്റൽ മീൻസ് പുനരധിവാസ കേന്ദ്രങ്ങള്, കെയർ ഹോംസുകളൊക്കെ എന്താണ് അതിന്റെ എക്സാമ്പിൾസ് ആണ്. അതായത് ലോങ് ടേം കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് മനസ്സിലായി. അതായത് കുറെ നാള് കിടപ്പ് രോഗികളില്ല, അതായത് ജീവിതാവസാനം മുഴുവനും കിടക്കേണ്ട സിറ്റുവേഷൻസ് വരുന്ന രോഗികള്, ലോങ് ടേം കെയർ കൊടുക്കേണ്ട പേഷ്യൻസിന് അവർക്ക് ചില വെക്കേഷൻ ടൈംസുകളിൽ അവർക്ക് ഒരു ഔട്ടിങ്ങിന് പോലെ അല്ലെങ്കിൽ അവരെ റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അതായത് അവർക്ക് കൊടുക്കുന്ന റൂമിലുള്ള എല്ലാ സൗകര്യങ്ങളും എന്തിലുണ്ടായിരിക്കണം? ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത്തരം സൗകര്യങ്ങളോട് കൂടി അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ് എന്ത് ചാരിറ്റി ആംബുലൻസുകൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള ഒരു ജംബുലൻസ് പ്രോജക്റ്റ് ആണ്. These are commonly based on a bus. അതായത് ജംബുലൻസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ജംബുലൻസ് പ്രോജക്റ്റ്? അത് UK-യിലുള്ള ഒരു ചാരിറ്റി ആണ് കേട്ടോ. അതായത് UK-യിലുള്ള ഒരു ചാരിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാവൽ ഫോർ എങ്ങനെയുള്ള പീപ്പിൾസിനാണ്? ഡിസബിലിറ്റീസ് ആൻഡ് സീരിയസ് ഇൽനെസ് ഉള്ള പീപ്പിൾസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ വേണ്ടി ഒന്ന് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു പ്രോജക്റ്റ് ആണ് യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള ജംബുലൻസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടാണ്? ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ സീരിയസ് ഇൽനെസ് ആയിട്ട് കിടക്കുന്ന രോഗികളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരം പ്രൊജക്റ്റ് ആണ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ജംബുലൻസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ചാരിറ്റി ആംബുലൻസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ ചാരിറ്റി ആംബുലൻസസ് എന്താണെന്ന്? മനസ്സിലായോ നിങ്ങൾക്ക് കാര്യമായിട്ട്? നമ്മൾ പെട്ടെന്ന് ചാരിറ്റി ആംബുലൻസ് എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ചാരിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണെന്ന് വിചാരിക്കും അല്ലെ, അത്രേ വിചാരിക്കുള്ളൂ. ഓക്കെ, യെസ്, അങ്ങനെയുള്ള ലോങ് ടേം കെയർ കൊടുക്കേണ്ട പേഷ്യൻസിന് നമ്മൾ റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് അതേ സംവിധാനത്തോടു കൂടി അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങളുള്ള ആംബുലൻസുകളാണ് എന്ത് ചാരിറ്റി ആംബുലൻസ്. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത് യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള ജംബുലൻസ് പ്രോജക്റ്റ്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഓക്കെ അല്ലേ? എന്തായാലും ടീച്ചർ ഇതും കൂടി അന്ന് പറഞ്ഞിട്ടൊന്ന് നിർത്താം കേട്ടോ. ഇതും കൂടി കംപ്ലീറ്റ് ചെയ്ത് നിർത്താം. ബാരിയാട്രിക് ആംബുലൻസ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബാരിയാട്രിക് ആംബുലൻസ് is a peculiar mode of transport ambulance designed for extremely overweight patients equipped with the proper tools to move and manage these patients. അതായത് ബാരിയാട്രിക് ആംബുലൻസസ് എന്ന് പറയുന്നത് നമുക്ക് അമിതഭാരമുള്ള അല്ലെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുന്നതിന് എന്താ നമുക്ക് സ്റ്റാഫുകളെ കൊണ്ട് പറ്റുന്നില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ കൊണ്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത് ബാരിയാട്രിക് ആംബുലൻസുകൾ എന്ന് പറയുന്നത്. എക്സ്ട്രീംലി ഓവർ വെയ്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ആംബുലൻസിന്റെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോകാനായിട്ടുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് എന്ത് ബാരിയാട്രിക് ആംബുലൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അവരെ മാനേജ് ചെയ്തതിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതിന്റെ പിക്ചർ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിക്ചർ നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ടാവും കേട്ടോ. ഓക്കെ, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? collects the body of individuals who have died suddenly from heart attacks, accidents and other emergencies and trying to preserve the organs. ഇപ്പോൾ ഏതെങ്കിലും ആക്സിഡൻസിൽ ഏതെങ്കിലും പേഷ്യൻസ് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ഓർഗൻസ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രിസർവ് ചെയ്യാനായിട്ട് അല്ലെ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും സ്പീഡിലേക്ക് നമ്മളിപ്പോ ട്രാഫിക് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്? സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ഓർഗൻസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസസ് എന്ന് പറയുന്നത് കേട്ടോ.
ബോഡിയിൽ നിന്ന് ആ ഒരു ഓർഗൻ കളക്ട് ചെയ്തതിനു ശേഷം ഏത് ഫെസിലിറ്റീസിലേക്കാണ് നമ്മൾ അതിനെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസിന്റെ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, സൈക്കാട്രിക് ആംബുലൻസ്. എന്താണ് സൈക്കാട്രിക് ആംബുലൻസ്? ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്കാട്രിക് എമർജൻസീസ് അല്ലെ. ഏത് സാഹചര്യങ്ങളിലാണ് സൈക്കാട്രിക് ആംബുലൻസസ് ആവശ്യമായിട്ട് വരുന്നത്? മാനസിക അടിയന്തരാവസ്ഥ കൈകാര്യങ്ങൾ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ. നമ്മൾ CID മൂസ സിനിമയിൽ കണ്ടിട്ടില്ലേ, നമ്മുടെ സലിം കുമാറിനെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസ് എപ്പോഴും കുറെ എടുക്കുന്നത് കണ്ടിട്ടില്ല? സിനിമ കണ്ടിട്ടുണ്ടോ? അതെ, അയാൾ ഇറങ്ങി ഓടും, ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആംബുലൻസ് എപ്പോഴും പുറകെ ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ പല സിറ്റുവേഷൻസ്, അങ്ങനെ മാനസികമായിട്ടുള്ള അടിയന്തരാവസ്ഥകൾ കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസസിലാണ് എന്താ, പ്രത്യേകിച്ച് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് എമർജൻസീസിൽ ഉപയോഗിക്കുന്നതാണ് എന്താ സൈക്കാട്രിക് ആംബുലൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ, ബോറടിച്ചോ? നമുക്ക് ക്ലാസ് കഴിഞ്ഞോ? ആംബുലൻസസ് ഒന്നും അടുത്ത ക്ലാസ്സിലൊന്നും നോക്കിയിട്ട് പോരാട്ടോ. നമ്മളിപ്പോ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ 7 ആയിട്ടാണ് ആംബുലൻസിനെ തരംതിരിച്ചിരിക്കുന്നത്. 7 എണ്ണമാണ് നിങ്ങളിപ്പോ പഠിച്ചത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 വരെയാണ് ക്ലാസ് ഉള്ളത്. എല്ലാവരും ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. താങ്ക് യു. Thank you. Have a nice day.